എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം കോട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 1 മീറ്റർ തുണിയാണുള്ളത്. വീതി 56 ഇഞ്ച്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അകവും പുറമുള്ള തുണിയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് മടക്കുക. അതായത് ചീത്ത വശത്താണ് നമ്മൾ മാർക്കിംഗ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇതിൻ്റെ നല്ല വശം വരുന്നത്. അതിവിടെ ഈ തുണീൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്ന ഭാഗം നല്ല വശം. ഇനി ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഇതേപോലെ ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം 19 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ ജോയിൻറ്റിനും കൂടെ ചേർത്തിട്ട് 19.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് ബോട്ടം മടക്കടിക്കാൻ മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ച് വരും. നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആം ഹോൾ കട്ട് ചെയ്ത് വലുതാക്കിയാൽ മതി. ഇവിടെ ബോട്ടത്തുനിന്ന് ഇതുവരേക്കും അളക്കുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്കതിൻ്റെ ഷേപ്പ് കൊടുക്കാനാണ്. ഇവിടെ ഒരു 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോളറ് കഴുത്തുനിന്ന് എടുത്ത വണ്ണം നമ്മൾ 12.5 അപ്പോൾ 1 ഇഞ്ച് കൂടെ ചേർക്കുക. അപ്പോൾ 13.5. അപ്പോൾ അതിൻ്റെ 5-1 ഭാഗം ഏകദേശം 2.25 ഇഞ്ച് വരും. അത് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ അടിച്ച് വരുമ്പോൾ കുറച്ച് കുറയും. കുറച്ച് കുറവ് വരികയാണ് വേണ്ടത്. നമ്മൾ ഷർട്ടാണെങ്കിൽ നമ്മൾ തയ്യെത്തുമ്പോൾ എക്സ്ട്രാ ഇടും. കോട്ടാകുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് നിന്നാൽ മതി. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. ഇതിൻ്റെ ചെസ്റ്റ് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ച് വരും. ഇത് കൂടെ ഒരു 2 ഇഞ്ച് ലൂസ് ഇടുക. 8.5. 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർക്കുക. ഇവിടെ വന്നിട്ട് വേസ്റ്റ് വന്നിട്ട് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 6 ഇഞ്ച്. ഇവിടെ ഒരു 1.5 ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി. 7.5 ഇഞ്ച്. ഒരു 3/4 ഇഞ്ച് ഇവിടെ ടെക്ക് വരുന്നുണ്ട്. അതിനൊരു 3/4 ഇഞ്ച് ഇടാം. 1 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ വന്നിട്ട് ഇടുപ്പ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 7.5. ഇവിടെ ഒരു 1.5 ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി. 1 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ഇതൊന്നുകൂടെ പറയാം. ചെസ്റ്റ് 26 ഇഞ്ച്. അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ച്. 2 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 8 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ വന്നിട്ട് വേസ്റ്റ് വന്നിട്ട് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ച്. 1.5 ഇഞ്ച് ഇവിടെ ലൂസ് ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ച് ടക്കിനിട്ടിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ വന്നിട്ട് ഇടുപ്പ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5. 1.5 ഇഞ്ച് ലൂസ്. 1 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഒരു 3 ഇഞ്ച് ഓപ്പൺ കൊടുക്കാം. ഇവിടെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ
ഇങ്ങോട്ടൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ചെറുതായിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പട്ടി സെപ്പറേറ്റ് കൊടുത്തിട്ടും അടിക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. ഇതിലൊരു ടക്ക് വരുന്നുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങോട്ട് ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ നീളം ഒരു 5.5 ഇഞ്ച് മതി. അതുപോലെ ഇവിടെ പോക്കറ്റ് വേണം. പോക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പോക്കറ്റിൻ്റെ നീളം 4 ഇഞ്ച് കൊടുക്കാം. വീതി ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇവിടെ ഈ ഓപ്പണിൻ്റെ ഇവിടെ ഒരു അടയാളം ഇടുക. അതുപോലെ ഇവിടെ ഒരു അടയാളം ഇടുക. ഇനി ഇവിടെ ഇതേപോലെ മടക്കി വെച്ചിട്ട് ഈ കഴുത്ത് ഇതൊപ്പം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു അടയാളം ഇടാം. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരേക്കാണ് കോളർ വരുള്ളൂ. ഇനി ഇതിന് ബാക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ തയ്യത്തുമ്പും കൂടി ചേർത്തിട്ട് 10 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഒരു 1/2 ഇഞ്ച് കുറച്ചിടുക. ഒരു 9.5 ഇഞ്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഇതേപോലെ 9.5 ഇഞ്ചിൽ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ വയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരണം. അതായത് ബാക്ക് ഫ്രണ്ടിനെക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് കുറവ് വെച്ചാൽ മതി. ഇവിടെ മുകളിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് അധികം വേണം. ബാക്ക് കഴുത്ത് വന്നിട്ട് 2.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കഴുത്ത് വരയ്ക്കുക. ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വീതി നോക്കുക. ഇത് 4.5 ഇഞ്ച് വരുന്നുണ്ട്. ആ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ താഴേക്ക് വരച്ചിട്ട് ഇവിടെ ആം ഹോൾ വരയ്ക്കുക. ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേ അളവിലുള്ള ടക്കുകൾ ഇടുക. ഇനി ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്യാം. കോളർ 13.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറയ്ക്കാം. 13. അപ്പോൾ 13ൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക.
ഹൈറ്റ് ഒരു 3 ഇഞ്ച് കൊടുക്കാം. ഇനി ഇവിടെ ഈ 6 ഇഞ്ചിൻ്റെ പകുതി 3.25 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 2 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്യുക. ആകെ വീതി 3 ഇഞ്ചാണ്, അപ്പോൾ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി വരയ്ക്കുക. ഇവിടെ അതേപോലെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പാണ് കോളർ വരിക. ഇത് വന്നിട്ട് നമുക്കിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ കഴുത്തൊന്ന് അളന്ന് നോക്കുക. എന്നിട്ട് ഇത് അളവ് കറക്റ്റ് ചെയ്യുക. അതായത് കുറയ്ക്കാനുണ്ടെങ്കിൽ ഇവിടെ കുറച്ചതിന് ശേഷം തുണിയിൽ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.